ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാൻ എത്തിയിരിക്കുന്ന കുറേ കിളികളും ഒരു അമ്പലത്തിലെ പാട്ടും പിന്നെ ഞാൻ എന്ന് പറഞ്ഞ വിദ്യയാണ്. ഇതാണ് ഗ്രാമീണമായിട്ടുള്ളൊരു അന്തരീക്ഷം. അമ്പലമാണ്. അമ്പലത്തിൽ ഇന്ന് വിശേഷമുണ്ട്. തത്തകളുടെയൊക്കെ കേൾക്കാമോ പാട്ട്? ചിലപ്പം വിളിച്ചു പോകുന്ന ആരാന്നറിയാമോ? നന്ദിനി പശുവാണ്. കൂട്ടിന് 2 നായ്ക്കളും ഉണ്ട്. അവരാണ് എൻ്റെ കാവൽക്കാർ. പശു ആഹാരത്തിനായിരിക്കും അതോ വെള്ളത്തിനാണോ? പശുക്കിടാവാണ്. അമ്മേന്ന് വിളിക്കുന്നുണ്ട്. ആരും കാണാനില്ല. സമയം എത്രയായെന്ന് നല്ല വിവരം ഉണ്ടോ കുട്ടികളെ? 5 മണിയാകുന്നു. ഒരു സായാഹ്ന സവാരിക്ക് ഇറങ്ങിയതാണ്. അപ്പം നിങ്ങളെ കാഴ്ചകളും കൂടെ കാണിച്ചിങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ മുഴുവൻ പൂപ്പാടം. അമ്പലത്തിനോട് ചേർന്നാണ് പൂപ്പാടം. കണ്ടോ, അമ്പലമാണ് കാണുന്നത്. ഇതെല്ലാം റോസാ തോട്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് കനകാമ്പരം അവിടെ ഉണ്ട്. കാണാൻ അത്ര കാണത്തില്ല. ഇത് ലെറ്റ്യൂസാണ്, നമ്മുടെ സ്വന്തം ലെറ്റ്യൂസ്. കാണാമോ? ലെറ്റ്യൂസ് പാടം. അടുത്തൊക്കെ പോയി കാണിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു. കാണിക്കണോ കൂട്ടുകാരെ? എന്നാ കാണിക്കാം. ചുമ്മാ ഇങ്ങനെ പോകുന്ന വഴിക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നെ അവിടെ സ്വാഗതം പറയാനായിരിക്കും ഒരു വെളുത്ത ശ്വാനം നിന്ന് കുരയ്ക്കുന്നുണ്ട്. അത് പേടി കൊണ്ടാ കേട്ടോ. ഞാൻ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കുള്ള പേടി കൊണ്ടാ. ഞാൻ അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല. പോന്ന് പറയാനാരാ മോള്. ഈ വഴി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നതിനൊരു സുഖമല്ലേ. ഓരോ നാട് കാണുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു രസം അതെന്തായാലും ഉണ്ടാവും. അതേ വഴിയരികിൽ ഒരു കിടാവേ, നിൻ്റെ ആളിവിടെ ഇല്ലേ കിടാവേ? എടാ കിടാവേ, ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പാവം, എത്ര പേരെ ചുമന്ന് പോയിരുന്ന വണ്ടിയാ. കിടാവേ, നിനക്കറിയാമോ ഈ വണ്ടിയുടെ വല്ല കഥയും? ചക്കരമുത്തേ, കിടാവേ. ഒരു മൈൻഡും ഇല്ല. കൃഷിക്ക് തയ്യാറാക്കി വെച്ചിരിക്കുവാ കേട്ടോ. സ്ഥലമൊക്കെ ഉഴുതിട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ പാലക്കാണ് തൈ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചു വരുന്ന ട്രേ ആണത് ഇവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിലാണ് ഈ വിത്തിട്ട് മുളപ്പിച്ചിട്ട് ആ വിത്ത് മുള വരുമ്പോൾ എടുത്ത് പാകുകയാണ് ഇവിടുത്തെ രീതി. കണ്ടോ? അപ്പോൾ ആ ആൾക്കാർ ചെയ്തവരെല്ലാം ഒരു മൂലക്കിരുന്ന് കാപ്പ് കുടിക്കുന്നുണ്ട്. കാണാമോ നിങ്ങൾക്ക്? ഒരു മൂലയിലിരുന്ന് വളരെ അവരുടെ ഒരു സമയത്തിന് നമ്മൾ മെനക്കെടുത്തണ്ട. നമ്മൾ മുമ്പോട്ട് പോകാം. വെയിലൊന്നും മാറിയിട്ടില്ല. 5 മണി ആയെന്നേ ഉള്ളൂ. നമ്മളിതാ ഇങ്ങനെ ചോദിച്ച് പോവാം. കുറച്ച് മുമ്പോട്ട് പോയാൽ ഒരു ആലും പിന്നെ കുറച്ച് എന്താ പറയുക കാപ്പിച്ചെടികളൊക്കെ ഉണ്ടാവും. അത് കാണിച്ചു തരാം.
അങ്ങനെ പോവാണ് ചേച്ചി കേട്ടോ. ചോദിച്ച് പോവാം. ശ്വാനന്മാർ തമ്മിലുള്ള വഴക്കാണ് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ടേ. അവർ തമ്മിൽ തല്ലി തീർത്തോളും. അതായത് വേറൊരാളുടെ ടെറിട്ടറിയിൽ ഏർത്തം കയറിപ്പോയതിൻ്റെ വിഷമങ്ങൾ തീർക്കുകയാണേ. നമുക്കിതിലൊന്നും ചെയ്യാനൊന്നും ഇല്ല. കണ്ടുകൊണ്ട് മിണ്ടാതെ പോവുക, അത്രയേ ഉള്ളൂ. കണ്ട, അവർ തമ്മിലങ്ങോട്ട് തീർത്തോളും. നമ്മൾ നടന്ന് നമ്മുടെ പാട്ടിന് നമ്മൾ പോകണം. അപ്പോൾ കൂട്ടുകാരെ, വേറെ ഒരു സബ്ജക്റ്റും കൊണ്ട് ഞാൻ വേറൊരു ദിവസം വരാം കേട്ടോ. തൽക്കാലം വിട. ബൈ ബൈ.